ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കോമ്പിറ്റൻസീസ് റിക്വയർഡ് ബൈ എ കൊമേഴ്സ് ടീച്ചർ. ഒരു കൊമേഴ്സ് ടീച്ചർക്ക് ആവശ്യമായിട്ടുള്ള കോമ്പിറ്റൻസീസ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആസ് ഐഡൻറ്റിഫൈഡ് 10 ടീച്ചർ കോമ്പിറ്റൻസീസ്. നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ 10 ടീച്ചർ കോമ്പിറ്റൻസീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് 5 കോമ്പിറ്റൻസീസ് ആണ്. അടുത്ത 5 നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് ഇന്ന് ആദ്യം നോക്കേണ്ടത് കോമ്പിറ്റൻസീസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ എല്ലാവർക്കും കോമ്പിറ്റൻസിയുടെ മലയാളം മീനിങ് അറിയാം. കോമ്പിറ്റൻസീസ് എന്ന് വെച്ചാൽ എന്താണ്? കഴിവ് എന്നാണ്. അപ്പോൾ കോമ്പിറ്റൻസീസ് മീൻസ് ദ എബിലിറ്റി ടു ഡു സംതിങ് സക്സസ്ഫുള്ളി ഓർ എഫിഷ്യൻ്റ്ലി. കാര്യങ്ങൾ സക്സസ്ഫുള്ളിയും എഫിഷ്യൻ്റ്ലിയും ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പിറ്റൻസീസ് എന്ന് പറയുന്നത്. കോമ്പിറ്റൻസീസ് മീൻസ് ദ എബിലിറ്റി ടു ഡു സംതിങ് സക്സസ്ഫുള്ളി ഓർ എഫിഷ്യൻ്റ്ലി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു കൊമേഴ്സ് ടീച്ചർക്ക് ആവശ്യമായിട്ടുള്ള 5 കോമ്പിറ്റൻസീസ് ആണ്. അപ്പോൾ ഈ കോമ്പിറ്റൻസീസ് കാറ്റഗറൈസ് ചെയ്തത് പർപ്പസിൻ്റെ ബേസിലാണ് ടീച്ചേഴ്സ് കോമ്പിറ്റൻസീസ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് കോണ്ടക്ച്വൽ കോമ്പിറ്റൻസീസ്, കൺസെപ്ഷ്യൽ കോമ്പിറ്റൻസീസ്, കണ്ടൻറ്റ് കോമ്പിറ്റൻസീസ്, ട്രാൻസാക്ഷണൽ കോമ്പിറ്റൻസീസ്, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് റിലേറ്റഡ് കോമ്പിറ്റൻസീസ്, കോമ്പിറ്റൻസീസ് ടു ഡെവലപ്പ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ, ഇവാലുവേഷൻ കോമ്പിറ്റൻസീസ്, മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസീസ്, കോമ്പിറ്റൻസീസ് റിലേറ്റഡ് ടു വർക്കിംഗ് വിത്ത് പാരൻസ്, കോമ്പിറ്റൻസീസ് റിലേറ്റഡ് ടു വർക്കിംഗ് വിത്ത് കമ്മ്യൂണിറ്റി ആൻഡ് അതർ ഏജൻസീസ്. ഫസ്റ്റത്തെ പോയിൻ്റാണ് കോണ്ടക്ച്വൽ കോമ്പിറ്റൻസീസ്. വൺ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമസ്റ്റ് ഒബ്ലിഗേഷൻ ഓഫ് ടീച്ചർ ഈസ് ടു എൻഷുർ ദാറ്റ് വെദർ ദ പാരൻ്റ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ആർ ആക്സെപ്റ്റിംഗ് ദി ഇമ്പോർട്ടൻ്റ് ആൻഡ് യൂസ്ഫുൾനെസ് ഓഫ് ദർ എഫേർട്ട്. ഇതിൽ പറയുന്നത് ഒരു കൊമേഴ്സ് ടീച്ചറുടെ ഫസ്റ്റ് ആൻഡ് ഫോർമസ്റ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് പാരൻസും കമ്മ്യൂണിറ്റിയും ഇവർ എടുക്കുന്ന എഫേർട്ടിൻ്റെ യൂസ്ഫുൾനെസ്സും ഇമ്പോർട്ടൻസും മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്താ പറയുന്നത്? ടീച്ചറിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമസ്റ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് പാരൻസും കമ്മ്യൂണിറ്റിയും ഇവരെടുക്കുന്ന എഫേർട്ടിൻ്റെ ഇമ്പോർട്ടൻസും യൂസ്ഫുൾനെസ്സും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫോർ ദിസ് ടീച്ചർ ഷുഡ് ഹാവ് ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ വാരിയസ് കോണ്ടെക്സ്റ്റ് സച്ച് ആസ് ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പ്രസൻറ്റ് സ്റ്റാറ്റസ് ഓഫ് സോഷ്യോ എക്കണോമിക്കൽ, കൾച്ചറൽ, ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് കോണ്ടെക്സ്റ്റ് ഓഫ് ഫാമിലി ആൻഡ് ദ കമ്മ്യൂണിറ്റി പ്രൊഫൈൽ. അപ്പം ഒരു ടീച്ചർ കുട്ടിയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും പ്രസൻറ്റ് സ്റ്റാറ്റസ് ഓഫ് സോഷ്യോ എക്കണോമിക്കൽ കണ്ടീഷൻസും കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക്കൽ റിലീജിയസ് കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഒരു ടീച്ചർ കുട്ടിയുടെ വാരിയസ് കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും സോഷ്യോ എക്കണോമിക്കൽ കണ്ടീഷൻസും കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക്കൽ ആൻഡ് റിലീജിയസ് കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ മനസ്സിലാക്കിയിരിക്കണം. ദർ ഷുഡ് ബി ഏബിൾ ടു കണ്ടക്ട് സർവേ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ റീസൺ ഫോർ പുവർ എൻറോൾമെൻറ്റ്, പുവർ പെർഫോമൻസ് ആൻഡ് കോസ് ഓഫ് certain problem like wastage and stagnation etc which hinder the process of education. കുട്ടികളുടെ വാരിയസ് കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായി ടീച്ചേഴ്സ് ഒരു സർവേ നടത്തണം. എന്നാൽ മാത്രമേ കുട്ടികളുടെ പുവർ എൻറോൾമെൻറ്റും പുവർ പെർഫോമൻസും അറ്റൻഡൻസിൽ വരുന്ന ഷോർട്ടേജും വേസ്റ്റേജും സ്റ്റാഗ്നേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നും അതിൻ്റെ റീസൺസ് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിലോടുള്ള അറിവ് ലഭിക്കേണ്ടത് ടീച്ചർക്ക് ഏറെ അത്യാവശ്യമാണ്. അപ്പം എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? കോണ്ടക്ച്വൽ കോമ്പിറ്റൻസിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ടീച്ചർ ഒരു കുട്ടീൻ്റെ വാരിയസ് കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ കുട്ടിക്ക് വരുന്ന പുവർ എൻറോൾമെൻറ്റിലും പുവർ പെർഫോമൻസിലും അതുപോലെ തന്നെ അറ്റൻഡൻസിൽ വരുന്ന ഷോർട്ടേജും വേസ്റ്റേജും സ്റ്റാഗ്നേഷൻസൊക്കെ ടീച്ചർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടീച്ചർ നേടിയിരിക്കേണ്ട ഒരു കോമ്പിറ്റൻസിയാണ് കോണ്ടക്ച്വൽ കോമ്പിറ്റൻസി. രണ്ടാമത്തെ കോമ്പിറ്റൻസിയാണ് കൺസെപ്ഷ്യൽ കോമ്പിറ്റൻസീസ്. അപ്പം നമുക്ക് കൺസെപ്ഷ്യൽ കോമ്പിറ്റൻസീസ് എന്താണെന്ന് നോക്കാം. ടീച്ചർ ഷുഡ് നോ ദ സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ചൈൽഡ് ഡെവലപ്മെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ടു എനേബിൾ ദം ടു ട്രാൻസാക്ട് കരിക്കുലം എഫക്റ്റീവ്ലി. കരിക്കുലം എഫക്റ്റീവ്ലി ട്രാൻസാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഡിഫറെൻറ്റ് സ്റ്റേജസിലുള്ള ഡെവലപ്മെൻറ്റ് ടീച്ചേഴ്സിന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസിലുള്ള ഡെവലപ്മെൻറ്റ് ടീച്ചേഴ്സ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് കരിക്കുലം എഫക്റ്റീവ്ലി ട്രാൻസാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ടീച്ചേഴ്സിന് അറിയാൻ പറ്റുള്ളൂ. അപ്പം ദേ ഷുഡ് ഹാവ് ദ നോളജ് ഓഫ് ക്ലാസ് റൂം ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ടു വിച്ച് വുഡ് ഹെൽപ്പ് ദം ഇൻ ഓർഗനൈസ് ദ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ക്വിറ്റ് എഫക്റ്റീവ്ലി
ഇൻ ആൻഡ് ഔട്ട് ദ ക്ലാസ് റൂം. അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ ക്ലാസ് റൂം ഓർഗനൈസ് ചെയ്യാനും മാനേജ്മെൻറ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇത് കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും എഫക്റ്റീവായി ക്ലാസ് റൂമിന് പുറത്തും ഓർഗനൈസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൽ പറയുന്നത് ക്ലാസ് റൂം ഓർഗനൈസ് ചെയ്യാനും മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കണം. ഇതുണ്ടായാൽ മാത്രമാണ് കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും എഫക്റ്റീവ്ലി ക്ലാസ് റൂമിന് അകത്തും പുറത്തും ടീച്ചേഴ്സിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ കൺസെപ്റ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ, മോഡേണൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ഹൗ ടു ബി അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടീച്ചേഴ്സ്. അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, മോഡേണൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഒക്കെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ആ രീതിയിലേക്കുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അറിയേണ്ടത് ഒരു ടീച്ചർക്ക് ഏറെ അത്യാവശ്യമാണ്. അപ്പോൾ കൺസെപ്ച്വൽ കോമ്പിറ്റൻസിയിൽ പറയുന്നത് ടീച്ചേഴ്സ് കുട്ടിയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസിലുള്ള ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കണം. ഈ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ കരിക്കുലം എഫക്റ്റീവ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ടീച്ചർക്ക് എഫക്റ്റീവ്ലി ക്ലാസ് റൂം ഓർഗനൈസ് ചെയ്യാനും മാനേജ്മെൻറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. ഇങ്ങനെ കഴിവുണ്ടായാൽ മാത്രമാണ് കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും ക്ലാസ് റൂമിന് അകത്തും പുറത്തും എഫക്റ്റീവ്ലി ഓർഗനൈസ് ചെയ്യാൻ ടീച്ചർക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിറ്റൻസിയാണ് കൺസെപ്ച്വൽ കോമ്പിറ്റൻസി. മൂന്നാമത്തെ കോമ്പിറ്റൻസിയാണ് കണ്ടൻറ്റ് റിലേറ്റഡ് കോമ്പിറ്റൻസീസ്. കണ്ടൻറ്റ് റിലേറ്റഡ് കോമ്പിറ്റൻസിയിൽ കണ്ടൻറ്റിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഫുൾ മാസ്റ്ററി ഓവർ ദ കണ്ടൻറ്റ് ഓഫ് ദ സബ്ജക്റ്റ് ദാറ്റ് ദേ ഹാവ് ടു ടീച്ച്. പഠിപ്പിക്കുന്ന സബ്ജക്റ്റിലുള്ള ഫുൾ മാസ്റ്ററി ഓഫ് നോളജ് ഉണ്ടായിരിക്കേണ്ടത് ഒരു ടീച്ചർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ ടീച്ചർക്ക് ഫുൾ നോളജ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ടഫായിട്ടുള്ള കാര്യങ്ങൾ ഈസിയായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എബിലിറ്റിയും ടീച്ചർക്ക് വേണം. അപ്പോൾ കണ്ടൻറ്റ് റിലേറ്റഡ് കോമ്പിറ്റൻസിയിൽ പറയുന്നത് പഠിപ്പിക്കുന്ന സബ്ജക്റ്റിലുള്ള ഫുൾ മാസ്റ്ററി ഓഫ് നോളജ് ടീച്ചറിന് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ ടഫായിട്ടുള്ള സബ്ജക്റ്റ് അത് ഈസിയായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എബിലിറ്റിയും ടീച്ചറിന് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കണ്ടൻറ്റ് റിലേറ്റഡ് കോമ്പിറ്റൻസിയിൽ കണ്ടൻറ്റിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. നാലാമത് പറയുന്ന കോമ്പിറ്റൻസിയാണ് ട്രാൻസാക്ഷണൽ കോമ്പിറ്റൻസീസ്. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷണൽ കോമ്പിറ്റൻസീസ് എന്താണെന്ന് നോക്കാം. എഡ്യൂക്കേഷണൽ ട്രാൻസാക്ഷണൽ കോമ്പിറ്റൻസീസ് റെഫർ ടു ദ സ്കിൽ ഓഫ് ദ ഡേ ടു ഡേ ടീച്ചിങ് ടു അച്ചീവ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് എഫക്റ്റീവ്ലി ത്രൂ ദ മീനിങ്ഫുൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് പീപ്പിൾ ആൻഡ് ദ എൻവയോൺമെൻറ്റ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്, ആക്ടിവിറ്റീസ് ആൻഡ് ടെക്നോളജി ഇൻ ആൻ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് എഫക്റ്റീവ് മാനേഴ്സ്. ഡിഫറെൻറ്റ് മെത്തേഡും ആക്ടിവിറ്റീസും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ടും ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു മീനിങ്ഫുൾ ഇൻട്രാക്ഷനിലൂടെയും എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലിനെയാണ് ട്രാൻസാക്ഷണൽ സ്കിൽ എന്ന് പറയുന്നത്. ടീച്ചേഴ്സും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു മീനിങ്ഫുൾ ഇൻട്രാക്ഷനിലൂടെയും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സും ആക്ടിവിറ്റീസും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലിനെയാണ് നമ്മൾ ട്രാൻസാക്ഷണൽ സ്കിൽ എന്ന് പറയുന്നത്. Teacher should be able to organize variety of activities such as storytelling, singing, games, field visits, celebration of national, social and cultural events to make a teaching learning process joyful, participatory and relevant. നമുക്കറിയാം ഇന്ന് ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് നൽകുന്ന പഠന രീതിയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യണം. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറി ടെല്ലിങ്, സിംഗിങ്, ഗെയിംസ്, ഫീൽഡ് വിസിറ്റ്, സോഷ്യൽ, നാഷണൽ ആൻഡ് കൾച്ചർ ഇവൻറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യണം. ഈ ആക്ടിവിറ്റീസൊക്കെ നടത്തുന്നതിലൂടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നമുക്ക് ജോയ്ഫുള്ളാക്കാം, റെലവൻ്റ് ആക്കാം, പാർട്ടിസിപ്പേറ്ററി ആക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് ടീച്ചേഴ്സ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യണം. എന്തൊക്കെ ആക്ടിവിറ്റീസാണ്? സ്റ്റോറി ടെല്ലിങ്, സിംഗിങ്, ഗെയിംസ്, ഫീൽഡ് വിസിറ്റ്, സെലിബ്രേഷൻസ്, സോഷ്യൽ ഇവൻറ്റ്സ്, കൾച്ചറൽ ഇവൻറ്റ്സ്, നാഷണൽ ഇവൻറ്റ്സ്, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന എന്താണ്? പെർമനൻ്റ് നോളജാണ് ഈ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. To prepare appropriate teaching aids and other teaching learning material to support and enhance the effectiveness of teaching learning process. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ എഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാനായിട്ട് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് എയ്ഡ്സും ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസും ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പം ടീച്ചിങ് എയ്ഡ്സും ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസും ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ഇത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ എഫക്റ്റീവ്നെസ് എൻഹാൻസ് ചെയ്യാൻ ഇത് സഹായിക്കും. ടു ഐഡൻറ്റിഫൈ ദ വീക്കർ ആൻഡ് ബ്രൈറ്റ്
brighter children in order to adapt remedial measures and undertake enrichment program. അതേപോലെ തന്നെ ടീച്ചേഴ്സ് റെമഡിക്കൽ മെഷേഴ്സും എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമും അഡാപ്റ്റ് ചെയ്യുന്നതിലൂടെ വീക്കായിട്ടുള്ള സ്റ്റുഡൻറ്റിനെയും ബ്രൈറ്റർ സ്റ്റുഡൻറ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ടീച്ചേഴ്സ് റെമഡിക്കൽ മെഷേഴ്സും എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസും ഒക്കെ അഡാപ്റ്റ് ചെയ്യണം. ഇതിലൂടെ നമുക്ക് വീക്കർ സ്റ്റുഡൻറ്റിനെയും ബ്രൈറ്റർ സ്റ്റുഡൻസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ട്രാൻസാക്ഷണൽ കോമ്പിറ്റൻസിയിൽ പറയുന്നത് എന്താണ്? ടീച്ചേഴ്സ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യണം. ഈ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് പെർമനൻറ്റ് നോളജാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നമുക്ക് ജോയ്ഫുള്ളാക്കാം, റെലവൻ്റ് ആക്കാം, പാർട്ടിസിപ്പേറ്ററി ആക്കാം. അപ്പം നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിറ്റൻസിയാണ് ട്രാൻസാക്ഷണൽ കോമ്പിറ്റൻസി. അവസാനത്തെ പോയിൻ്റാണ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് റിലേറ്റഡ് കോമ്പിറ്റൻസീസ്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് റിലേറ്റഡ് കോമ്പിറ്റൻസി എന്താണെന്ന് നോക്കാം. ദ കരിക്കുലർ ആക്ടിവിറ്റീസ് ആർ എക്സ്പെക്റ്റഡ് ടു പ്രൊമോട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ആസ് വെൽ ആസ് എ നോൺ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. എബിലിറ്റി ടു ഓർഗനൈസ് കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഫോർ അച്ചീവ് ദി എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. കരിക്കുലർ ആക്ടിവിറ്റീസ് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, നോൺ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെയും കൂടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കരിക്കുലർ ആക്ടിവിറ്റീസ് കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെയും നോൺ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ ടീച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു എബിലിറ്റിയാണ് കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കഴിവ്. അത് ഈ കരിക്കുലർ ആക്ടിവിറ്റീസ് കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെയും നോൺ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എബിലിറ്റി ടു ഓർഗനൈസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ലൈക്ക് മോർണിംഗ് അസംബ്ലി, ഡേ സെലിബ്രേഷൻ എക്സെട്ര. അപ്പോൾ ഇതിൽ പറയുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസായ മോർണിംഗ് അസംബ്ലിയും ഡേ സെലിബ്രേഷനും എല്ലാം കണ്ടക്ട് ചെയ്യാനുള്ളൊരു കഴിവ് ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കണം. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനുള്ളൊരു കഴിവ് ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാനുള്ളൊരു കഴിവും ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് 5 ടീച്ചർ കോമ്പിറ്റൻസീസ് ആണ്. 5 ടീച്ചേഴ്സ് കോമ്പിറ്റൻസീസ് ഏതാണെന്ന് നമുക്കൊന്നും കൂടെ നോക്കാം. ഫസ്റ്റ് വണ്ണാണ് കോണ്ടക്ച്വൽ കോമ്പിറ്റൻസീസ്, സെക്കൻഡ് വണ്ണാണ് കൺസംപ്ഷൽ കോമ്പിറ്റൻസീസ്, തേർഡ് വൺ കണ്ടന്റ് റിലേറ്റഡ് കോമ്പിറ്റൻസീസ്, ഫോർത്ത് വൺ ട്രാൻസാക്ഷണൽ കോമ്പിറ്റൻസീസ്, ഫിഫ്ത്ത് വണ്ണാണ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് റിലേറ്റഡ് കോമ്പിറ്റൻസീസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.